everyone, Assalamu alaikum. Welcome back to my channel. അപ്പോൾ ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നായിട്ട് എന്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പൊ ഇനി അധികം നമുക്ക് സംസാരിച്ച് നിൽക്കാതെ പോയി ഡേ ഇൻ മൈ ലൈഫ് കാണാം. ഇപ്പോൾ ഒരു 1 വീക്ക് ആയിട്ടുള്ള എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീനാണ് ഈ കുഞ്ഞു തൈകൾ നനച്ചു കൊടുക്കുന്നത്. നമ്മൾ ഒത്തിരി വിത്ത് പാകിയിരുന്നു, പക്ഷെ വെറും 5-6 മുളച്ചിട്ടുള്ളൂ. ഓരോ സെക്ഷനായിട്ടാണ് നമ്മൾ വിത്ത് പാകിയത്. ഇത് വേറൊരു സെക്ഷൻ, ഇതിലും ഒരു 5-6 മുള വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ കാന്താരി മുളക്, അതുപോലെ ചീരാമുളക് എന്നൊക്കെ പറയുന്ന മുളകിന്റെ തൈയാണ്. ഇത്തിരി മുളക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇതില്. അപ്പോൾ ഇതൊന്ന് നനച്ചു കൊടുക്കും. പക്ഷെ ഇത് നമ്മൾ വെള്ളം കൊണ്ടല്ല, തലേ ദിവസത്തെ കഞ്ഞിവെള്ളം വെച്ചാണ് ഇത് നനയ്ക്കുന്നത്. അങ്ങനെ നനച്ചാൽ പെട്ടെന്ന് മുളകുണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ എൻ്റെ ഈ പരിപാടി കഴിഞ്ഞ് ഞാൻ കിച്ചണിലോട്ട് കയറി. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ്. നമ്മളെപ്പോഴും ഇതുപോലെയുള്ള പാക്കറ്റ് പുട്ട് പൗഡർ വാങ്ങിയിട്ടാണ് പുട്ടുണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ എൻ്റെ പുട്ടിന്റെ പരിപാടി ഇതാ ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. പുട്ടിലേക്കുള്ള കറി ചെറുപയറും കറിയാണ്. നല്ല ടേസ്റ്റ് ആണല്ലോ ചെറുപയർ കറിയും പുട്ടും. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ നമ്മളെ ചെറുപയർ ഇവിടെ കുക്കറിൽ റെഡി ആയിട്ടുണ്ട്. ഇനി എനിക്ക് കുറച്ച് അലക്കി വെച്ചത് മടക്കി വെക്കാനുണ്ട്. അപ്പോൾ ഇനി അത് മടക്കി വെക്കുക. പിന്നെ ഇന്ന് ഈവനിങ്ങിലൊന്ന് പുറത്ത് പോകേണ്ട ചെറിയൊരു ആവശ്യമുണ്ട്. സിസ്റ്ററും ബ്രദറിന്റെ വൈഫിനെയും കൂട്ടിയാണ് പോകുന്നത്. അപ്പോൾ അവർ പറയുന്നുണ്ട് നമുക്കിന്ന് പുറത്ത് പോയാൽ ഷവർമ കഴിക്കണം എന്നൊക്കെ. അപ്പോൾ ഇൻഷാല്ല ടൈം ഉണ്ടെങ്കിൽ ഷവർമയും കഴിക്കണം. ഇനി അടുത്ത പരിപാടിയാണ് മോൻക്ക് ഭക്ഷണം കൊടുക്കാനുണ്ട്. അവന് ഓൺലൈൻ ക്ലാസ് മദ്രസയിലേത് കഴിഞ്ഞു, ഇനി സ്കൂളിലേത് കേൾക്കാനുണ്ട്. മോള് മോർണിംഗിൽ കുറച്ച് അധികം ഉറങ്ങും. അവള് രാത്രി കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഉറങ്ങാറ്. അതുകൊണ്ട് മോർണിംഗിൽ എണീക്കാൻ കുറച്ച് ലേറ്റ് ആവും. അതെനിക്ക് നല്ല ഒരു സുഖമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ആ ടൈം കൊണ്ട് നമുക്ക് കിച്ചണിലെ പരിപാടികളൊക്കെ പെട്ടെന്ന് കഴിക്കാമല്ലോ. മോന് ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. ഞാനും അവൻ്റെ ഒപ്പം ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി ഉച്ചയിലെ പരിപാടിയിലേക്ക് പോകണം. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പപ്പായക്കറിയാണ്. അപ്പോൾ ഞാൻ ചിക്കന് ഫ്രൈ ചെയ്യുന്നില്ല, നല്ല വെജിറ്റബിൾസൊക്കെ ഇട്ട് നല്ല വരട്ടിയെടുക്കുകയാണ്.
കഴുകി നല്ല അടിപൊളിയായി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനിടയിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും മിക്സിയിലിട്ട് അരക്കാൻ വേണ്ടി റെഡിയായപ്പോഴേക്കും കറണ്ട് പോയി. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ കുത്തുകല്ലിൽ വെച്ച് ചതച്ചെടുക്കാമെന്ന്. അങ്ങനെ ഫൈനലി നമ്മുടെ ചിക്കൻ പുരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ചധികം വെള്ളമുണ്ട്, ഒന്ന് വറ്റിച്ചെടുക്കണം. അതുപോലെ അതിൻ്റെ പപ്പായക്കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം. അങ്ങനെ ഫുഡിൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി എനിക്ക് കുറച്ച് പച്ചക്കുരുമുളക് എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചൊന്ന് ഞാൻ പുറത്തിറങ്ങി ഒന്ന് പറിച്ചെടുക്കാമെന്ന്. ഇവിടെ ഒത്തിരി കുരുമുളകിൻ്റെ വള്ളികളുണ്ട്. അപ്പോൾ അതിൽ താഴെയുള്ള വള്ളി നമുക്ക് പറിച്ചെടുക്കണം. അപ്പം ഞാൻ ആ നേരെ കാണുന്ന ആ വള്ളിയിലൊന്ന് പോയി നോക്കാം. ഈ വള്ളിയിൽ മുകളിലാണ് അധികം കാണുന്നത്, താഴെ അധികമൊന്നുമില്ല. എന്നാൽ നമുക്ക് ഈ താഴെയുള്ളത് എടുക്കാം. വീഡിയോ എടുക്കുന്നതും പറിക്കുന്നതും ബൗള് പിടിക്കുന്നതും ഒക്കെ ഞാൻ തന്നെയാണ്. അപ്പോൾ വീഡിയോക്ക് നല്ല ഷേക്കിംഗ് ഉണ്ട്. നമുക്ക് അവിടെ കാണുന്ന ആ വള്ളിയിലൊന്ന് പോയി നോക്കാം. അവിടെ താഴെ കൈയെത്തുന്ന ഭാഗത്ത് കുറച്ചധികം കാണുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പറിച്ചെടുക്കാം. ഇത് ഞാൻ എടുക്കുമ്പോൾ എൻ്റെ കസിന് വന്നു കേട്ടോ. പിന്നെ അവള് പറിച്ചു തന്നു, ഞാൻ വീഡിയോയും എടുത്തു, ബൗളും പിടിച്ചു. ഇവിടെ ഒത്തിരി ഉണ്ട് കേട്ടോ നമുക്ക് കൈയെത്തുന്ന ഭാഗത്ത്. നല്ല ടേസ്റ്റാണ് ഈ കുരുമുളക്. നമ്മൾ പച്ചയിൽ അരച്ച് നമ്മുടെ മത്തിയിലൊക്കെ തേച്ച് പിടിപ്പിച്ച് ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ ഇന്ന് ഈവനിങ്ങിൽ പുറത്ത് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ഷവർമ കഴിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ചമ്മാട് ഗസ്റ്റ് ഓയിലാണ് പോകുന്നത് ഷവർമ കഴിക്കാൻ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അവിടുത്തെ ഷവർമ. നിങ്ങളാരും കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻസിലൊന്ന് പറയണേ. നല്ല ടേസ്റ്റാണ്. ഷവർമ മാത്രമല്ല അവിടുത്തെ എല്ലാ ഫുഡും നല്ല ടേസ്റ്റാണ്. നമ്മൾ അധികം പുറത്ത് പോവുകയാണെങ്കിൽ അവിടെ ഗസ്റ്റ് ഓയിലാണ് കയറാറ്. അപ്പം നിങ്ങൾ ആരെങ്കിലും ഈ ചമ്മാട് ഭാഗത്ത് വരികയാണെങ്കിൽ എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് അവിടെ കയറി അവിടുത്തെ ഫുഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാ ഐറ്റംസിനും. അപ്പോൾ ഇനി അധികം സംസാരിച്ച് നിൽക്കുന്നില്ല. ഞാൻ പെട്ടെന്ന് കുരുമുളക് അവിടെ അകത്ത് കൊണ്ടുവച്ച് ഒന്ന് പോയി റെഡി ആവട്ടെ. നമുക്കൊന്ന് പുറത്ത് പോകണമല്ലോ. നമ്മുടെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ ഗസ്റ്റ് ഓയിലോട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈവനിങ് വ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള നല്ല വീഡിയോസുമായി ഞാൻ വരുന്നത് വരെ ലവ് യു ഓൾ.